ജാഥ ഞാൻ തകഴി വിരിപ്പാലയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ വീട് നല്ല കടത്തിലായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തതാണ്. ഒമാനിയിൽ നിന്നാണ് ഞാനിവിടെ വന്നത്. പിന്നെ എനിക്ക് അവിടെ വെച്ച് അമ്മ മാതാവിനെ കാണാനും 2 വട്ടം എനിക്ക് അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടി. എൻ്റെ ശരീരത്തിനൊക്കെ ഭയങ്കര നീർക്കെട്ടായിരുന്നു. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കൈക്കൊക്കെ 2 പ്രാവശ്യം എൻ്റെ ശരീരത്ത് സ്വർണ്ണ കളറിലെ കൊള്ളിയാൻ മിന്നുന്ന കണക്കാണ് വന്ന് കയറി എൻ്റെ വേദന അമ്മ മാതാവ് മാറ്റി തന്ന്. അതുപോലെ തന്നെ എൻ്റെ തലയ്ക്ക് ഭയങ്കര ഭാരമായിരുന്നു. നല്ല ഭാരമെന്ന് വെച്ചാൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഭർത്താവ് നല്ല മദ്യപാനിയായിരുന്നു. നമ്മുടെ വേണ്ടിയ കാര്യത്തിനൊന്നും പൈസ കയ്യിൽ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് എനിക്ക് തലയ്ക്കകത്ത് ഭാരവും എല്ലാം കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ മക്കൾ പോലും പറയുമായിരുന്നു അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ലെന്ന്. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും ഓരോരോ ബാധ്യതക്കാർ വീട്ടിൽ വരുമ്പോൾ നമുക്കത് കൊടുക്കാനുള്ള സാമ്പത്തികം വേണ്ടേ. നമുക്കപ്പോൾ ആരെയും സ്നേഹിക്കാനും ഒന്നിനും ഒരു സമയമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ കുഞ്ഞമ്മയുടെ മകൾ ഇവിടുത്തെ അമ്മയുടെ പ്രാർത്ഥന എനിക്ക് ഫോണിനകത്ത് ഇട്ട് തന്നു യൂട്യൂബിൽ. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനകളൊക്കെ കേട്ട് പിന്നെ പുസ്തകത്തിൽ അമ്മയുടെ നന്മ നിറഞ്ഞ മറിയവും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന എല്ലാം ഇട്ട് തന്നു. അതെല്ലാം ഞാൻ അവിടെ ഇരുന്ന് പഠിച്ച് ഞാൻ കാണാപ്പാഠമായിട്ട് അത് വായിക്കാൻ പഠിച്ച് അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് പിന്നെ ഞാൻ ഏപ്രിൽ 9-ാം തീയതി വീട്ടിൽ വന്ന് 10-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമായിരുന്നു. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ പിന്നെ കടപ്പെട്ട് കിടക്കുമായിരുന്നു. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ ലോൺ എടുത്തതാണ്. പിന്നെ 17-ലായിരുന്നു കല്യാണം. 18-ലെ വെള്ളപ്പൊക്കം, പിന്നെ കൊറോണ എല്ലാം കൂടെ ഞങ്ങളെ തകർത്ത് കളഞ്ഞു. ഞങ്ങളുടെ പെരയ്ക്കകം കംപ്ലീറ്റ് വെള്ളം കയറി മുങ്ങിപ്പോയി. ഞങ്ങൾക്ക് അടയ്ക്കാനോ ഒന്നും സാഹചര്യമില്ലാതെ ബാങ്കുകാരാണെങ്കിൽ ഡെയിലി വീട്ടിൽ വന്ന് പോകുകയും ജപ്തി നോട്ടീസ് അയക്കുകയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ജപ്തി നോട്ടീസും കൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കി. അതിൻ്റെ 2-ാമത്തെ ദിവസം 2-3 പേരോട് ഞാൻ കടം ചോദിച്ച് എനിക്ക് കടമായിട്ട് തന്നു. പിന്നെ ഇച്ചിരി സ്വർണ്ണം ഉള്ളതും വിറ്റിട്ട് ഞങ്ങൾ പോയി അവിടെ പൈസയും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നു 5,38,000 രൂപ അടയ്ക്കണമെന്ന്. ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല 5,30,000 രൂപ അടയ്ക്കാൻ. പറഞ്ഞ് 4,65,000 രൂപയെ ഞാൻ അമ്മയുടെ ഉപ്പ് അവരിരുന്ന് എഴുതുന്ന പിന്നെ ടേബിളിലോട്ട് അമ്മയുടെ ഉപ്പ് ഞാനിങ്ങനെ വെതറിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് നന്മ നിറഞ്ഞ മറിയവും സ്വർഗസ്ഥനായ പിതാവും സർവശക്തനായ പിതാവും എല്ലാം പ്രാർത്ഥിച്ച് അവിടെ അങ്ങ് ഇരുന്നങ്ങ് വിഷമിച്ച് അങ്ങ് കരയുന്ന കണക്ക് ഞാനിരുന്നങ്ങ് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന പോലെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്കകത്ത് എനിക്ക് ആ ആധാരം എടുക്കാൻ പറ്റി. ആധാരം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛൻ എനിക്ക് ലോക്കറ്റ് തന്നായിരുന്നു. എനിക്ക് ഭൂമിയിൽ കുഴിച്ച് ഇടണമെന്ന് പറഞ്ഞു. അത് ഞാൻ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന എനിക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് എനിക്കത് കിട്ടി. അതെനിക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ പ്രാർത്ഥന എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകളുടെ കല്യാണ ബന്ധമൊക്കെ വേർപെടുത്ത് നിൽക്കുമായിരുന്നു. പിന്നെ അവളെ 2ാമത് കല്യാണം കഴിപ്പിച്ച് വിടാൻ സാധിച്ചു. അതിനകത്ത് എനിക്ക് കടം ഇല്ലെന്നല്ല, പിന്നെ SKSൽ ഇച്ചിരി കടമുണ്ട്, അല്ലാതെ വേറെ കടമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് എന്ന് വെച്ചാൽ കുറേ നാൾ കൊണ്ടുണ്ട്. എന്തെല്ലാം ചെയ്തിട്ടും വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് രോഗസൗഖ്യം കിട്ടി. എൻ്റെ വീടിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒരുപാട് കുറഞ്ഞ് ഇന്ന് നല്ല രീതിയിൽ എൻ്റെ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെയും യേശുപ്പൻ്റെയും അനുഗ്രഹം എനിക്ക് വേണ്ടുവോളം ഉണ്ടായി. അതിന് ഞാൻ കോടാനുകോടി നന്ദി എൻ്റെ അമ്മ മാതാവിനോടും യേശുപ്പനോടും പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കൃപാസന പത്രം ഞാൻ പിന്നെ കൊണ്ടുവന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലും പിന്നെ ആലപ്പുഴ സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈബിള് വായിക്കും, 2 നേരവും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അന്നദാനത്തിനൊന്നും പൈസ എനിക്ക് കൊടുക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. എന്നാലും മാസം തോറും അന്നദാനത്തിന് വേണ്ടിയിട്ട് പിന്നെ അനാഥാലയത്തിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് ക്യാൻസർ രോഗികളൊക്കെ ഉണ്ട്, അവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്.
അവൻ്റെ നാമം